ബഹിരാകാശ പേടകം അത് അത് ബഹിരാകാശത്തേക്ക് കുതിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഇപ്പോൾ നൽകുകയാണ്. ആദ്യ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ രാത്രി 8:17 പുറപ്പെട്ട ബഹിരാകാശ പേടകത്തിൽ യാത്ര തുടരുകയാണ്. ഒറ്റപ്പാലത്ത് പേരുകളുള്ള ഡോക്ടർ അനിൽ ഉൾപ്പെടുന്ന സംഘത്തിൻ്റെ ബഹിരാകാശ പേടകത്തിലാണ് യാത്ര തുടരുന്നത്. അല്പസമയത്തിനകം ഡോക്കിംഗ് നടക്കുമെന്നുള്ള വിവരങ്ങളാണ് നൽകാൻ കഴിയുന്നത്. വിവരങ്ങളും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, അല്പസമയത്തിനകം ഡോക്കിംഗ് പ്രക്രിയയിലേക്ക് കടക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഈ പേടകം ഡോക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ ഡോക്കിംഗ് പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ താഴെ കാണുന്ന ആ പ്രദേശത്തേക്ക് കൃത്യമായും ഈ ബഹിരാകാശ പേടകം ഡോക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഡോക്ക് ചെയ്യുന്ന ആ പ്രവർത്തനം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഡോക്കിങ്ങിൻ്റെ ആ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബഹിരാകാശ നിലയത്തിൻ്റെ വെളുത്ത ഭാഗം, അതായത് ബഹിരാകാശ നിലയത്തിൻ്റെ ഭാഗവും ഈ സോയൂസ് MS-29 എന്ന് പറയുന്ന പേടകത്തിൻ്റെ ഭാഗവും തമ്മിൽ കൃത്യമായി ഇപ്പോൾ യോജിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ അത്തരത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ഡോക്കിംഗ് ഇപ്പോൾ പരിപൂർണമായി എന്ന ഔദ്യോഗികമായ പ്രഖ്യാപനം ഇനി വരേണ്ടതുണ്ട്, ഔദ്യോഗികമായി അറിയിക്കേണ്ടതുണ്ട്. ഡോക്കിങ്ങിൻ്റെ പ്രാഥമിക ഘട്ടം പൂർത്തിയായിരിക്കുന്നു, ഡോക്കിംഗ് നടന്നിരിക്കുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും ഏകദേശം മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതാണ് ഡോക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹിരാകാശ നിലയത്തിൽ ഈ പേടകം അറ്റാച്ച് ചെയ്യുന്നതാണ്. അതായത് കൃത്യമായി ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രവർത്തനമാണിത്. ഇപ്പോൾ 11:26 ഈ ഡോക്കിംഗ് നടക്കുന്നു. 11:26 ഡോക്കിംഗ് നടന്നതിന് ശേഷം പുലർച്ചെ, അതായത് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 1:26 ഹാച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് പരസ്പരം വാതിലുകൾ തുറന്ന് ഈ ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ളവർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുക. ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവൃത്തിയാണ് ഹാച്ചിങ് എന്ന് പറയുന്നത്. ഹാച്ചിങ് ഏതാണ്ട് 1:26 നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഈ ദൃശ്യങ്ങളെല്ലാം കാണുന്നത് പോലെ തന്നെ ഈ ഹാച്ചിങ് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായ അത് ഹാച്ചിങ് സംബന്ധിച്ചുള്ള ഡോക്കിംഗ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാവുകയാണ് വേണ്ടത്. ഡോക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഡോക്കിങ്ങിൻ്റെ കൃത്യമായ സമയത്ത് എല്ലാ ഷെഡ്യൂളുകളും ഭംഗിയായി നടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബഹിരാകാശ നിലയത്തിലേക്ക് കൃത്യമായുള്ള യാത്രയിൽ 3 തവണ ഭൂമിയെ വലം വെച്ച് ഇപ്പോൾ ഡോക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് നൽകാനാകുന്ന ഏറ്റവും ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനാകുന്ന വിവരം. വിനോദ്, അതെ, തീർച്ചയായും ഡോക്ക് ചെയ്തിരിക്കുന്നു. വിജയകരമായ യാത്ര അതിൻ്റെ 90% പൂർത്തിയാക്കിയെന്ന് തന്നെ പറയാം. നമ്മൾക്കിപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണല്ലോ നമുക്ക് ഈ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ എത്തുന്നത് ഏത് രീതിയിലാകും ഐസൺ? അത്തരം കാര്യങ്ങൾ കൂടി പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബഹിരാകാശ പേടകം ഡോക്ക് ചെയ്തിരിക്കുന്ന വെളുത്ത ഭാഗമായി കാണുന്നത് ഡോക്ക് ചെയ്തിരിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഭാഗവുമാണ്. ഡോക്ക് ചെയ്തിരിക്കുന്നു, അതായത് കൃത്യമായി ഡോക്കിംഗ് നടന്നിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഡോക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബഹിരാകാശ പേടകം കൃത്യമായും സഞ്ചരിച്ച് വന്ന് ബഹിരാകാശ നിലയത്തിൽ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനമാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഡോക്കിംഗ് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡോക്കിംഗ് നടന്നതിന് ശേഷം, അതായത് ഈ ഡോക്കിംഗ് പ്രോസസ്സ് പൂർത്തിയായതിന് ശേഷമാണ് ഈ ഹാച്ചിങ് ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് നീങ്ങുക. നിലവിലെ സാഹചര്യത്തിൽ ഈ നമുക്ക് അറിയാവുന്നതാണ് 8:17 യാത്ര തിരിച്ച ബഹിരാകാശ പേടകം അതിൻ്റെ ലക്ഷ്യത്തിൽ കൃത്യമായി എത്തിയിരിക്കുന്നു. ഇനി തുടർന്നുള്ള നടപടികൾ, അതായത് തുടർന്നുള്ള പ്രോസസ്സുകളാണ് നടക്കുക. അതിൻ്റെ ഭാഗമായി ബഹിരാകാശ പേടകത്തിലേക്ക് കടക്കുക എന്നതാണ് അടുത്ത ദൗത്യം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അനിൽ മേനോൻ ഉൾപ്പെടെയുള്ള 3 അംഗ യാത്രാ സംഘം കൃത്യമായും ആ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുക. ഇന്ന് 1:26 അതായത് രാത്രി 1:26 നാളെ, അത് സാങ്കേതികമായി നാളെ 1:26 ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുക. ആ പ്രവേശിച്ചതിന് ശേഷം അവർ ഏപ്രിൽ 1 വരെ അവിടെ തുടരുകയും ചെയ്യും. പലതരത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കുകയും ചെയ്യും. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായൊരു നിമിഷമാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് 2 മണിക്കൂറുകൾക്ക് ശേഷം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായൊരു നിമിഷത്തിനും കൂടി സാക്ഷിയാവുകയാണ്. ഇപ്പോൾ മലയാളിയായ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ കൃത്യമായും അദ്ദേഹത്തിൻ്റെ ബഹിരാകാശ പേടകം ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ്, അല്ലെങ്കിൽ ഏറ്റവും പുതിയ വിവരമാണ് നൽകാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രി 1:26 ഈ ഡോക്കിങ്ങിൻ്റെ അടുത്ത ഘട്ടമായ, അതായത് ഡോക്കിംഗ് എന്തിനാണോ ചെയ്യുന്നത്, അതായത് ബഹിരാകാശ നിലയത്തിലേക്ക് ഈ ബഹിരാകാശ പേടകം എത്തിയതിന് ശേഷം ഡോക്കിങ്ങിന് ശേഷം അതിൻ്റെ വാതിലുകൾ തുറന്ന് കൃത്യമായും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ച് തുടർ പരീക്ഷണങ്ങൾ നടത്തുക, അല്ലെങ്കിൽ തുടർ പരിപാടികളിലേക്ക് നീങ്ങുക. ഏതാണ്ട് 7 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ബഹിരാകാശ വാസമാണ് അനിൽ മേനോനെ നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേരത്തെ നമ്മൾ പലതവണ പരാമർശിച്ചിരുന്നു. മൈക്രോഗ്രാവിറ്റിയിലുള്ള ഗവേഷണങ്ങളും അതുപോലുള്ള പരിപാടികളും
ഗവേഷണങ്ങളുമാണ് പ്രധാനമായും നടക്കുക. അത്തരത്തിലുള്ള ഗവേഷണങ്ങളുടെ ഭാഗമായി ഒരു സ്പേസ് മെഡിക്കൽ എക്സ്പെർട്ട് കൂടിയായ അനിൽ മേനോൻ്റെ പ്രവർത്തനങ്ങൾ ആ ഗവേഷണ മേഖലയിലായിരിക്കും ഉണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ബഹിരാകാശ യാത്രികനായ ആദ്യ മലയാളി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ഡോക്കിംഗ് പോയിന്റിൽ കൃത്യമായി ഡോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന ചരിത്ര നിമിഷത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷിയായിരിക്കുന്നത്. 1:26 ഇന്ത്യൻ സമയം പുലർച്ചെ 1:26 ഈ ഡോക്കിംഗ് പൂർത്തിയായ ഈ പേടകത്തിൽ നിന്നും ഹാച്ചിങ് എന്ന പ്രോസസ്സിലൂടെ, അതായത് വാതിലുകൾ പരസ്പരം തുറന്ന് ഈ ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ പേടകത്തിലുള്ള യാത്രികർ പ്രവേശിക്കുകയും ചെയ്യും. ഈ പേടകം കൃത്യമായി വിക്ഷേപിച്ച ആ കേന്ദ്രത്തിലെ ദൃശ്യങ്ങളാണോ നമുക്ക് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്? അത് മാത്രമല്ല, ഈ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നുള്ള റഡാർ സംവിധാനത്തിലൂടെയാണോ ഈ ബഹിരാകാശത്തുള്ള ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് ഐസൺ? തീർച്ചയായും ഈ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ സെൻറ്ററുകളിലാണ്, അതാണ് സെൻട്രൽ പോയിന്റ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ നിരവധി ആളുകൾ നിരന്നിരിക്കുന്ന പ്രദേശമാണ് സെൻട്രൽ കൺട്രോൾ കമാൻഡ് എന്ന് പറയുന്ന സംവിധാനം. ഈ കൺട്രോൾ കമാൻഡിൽ അതിന് മുന്നിൽ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ യാത്രാപഥങ്ങളും അതുപോലെ തന്നെ മറ്റു വിവരങ്ങളുമാണ് അതിൻ്റെ ദൃശ്യങ്ങളിലുള്ളത്. ഇപ്പോൾ വീണ്ടും ആ ഡോക്കിങ്ങിൻ്റെ ഒരു രണ്ടാമതുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിപ്പീറ്റ് പ്ലേ എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഡോക്കിംഗ് നടക്കുന്നത് കൃത്യമായും ഈ രീതിയിൽ ഈ പേടകം കൃത്യമായി സഞ്ചരിച്ചു വന്ന് സഞ്ചരിച്ചു വരുന്ന പേടകം കൃത്യമായും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ബഹിരാകാശ നിലയവുമായി അറ്റാച്ച് ചെയ്യുന്നതാണ്. അത്തരത്തിൽ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ മുഴുവൻ കമാൻഡ് കൺട്രോൾ സംവിധാനങ്ങളുടെയും ഭൂമിയിൽ നിന്നുള്ള നിയന്ത്രണം നടക്കുന്ന ബൈക്കനൂർ ബഹിരാകാശ നിലയത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഡോക്കിംഗ് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അതിൽ നിന്നും വരുന്ന ഡാറ്റകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വിജയകരമായ ഡോക്കിങ്ങിൻ്റെ ഘട്ടം വരെ പൂർത്തിയായിരിക്കുന്നു. ആ ഡോക്കിങ്ങിൻ്റെ ഘട്ടം വരെ പൂർത്തിയായിരിക്കുന്ന വിജയകരമായ യാത്ര ഇനി പൂർണ്ണമാകുന്നത് 1:26 ആ യാത്ര പൂർണ്ണമാവുകയും ചെയ്യുമെന്നാണ് നമുക്ക് നൽകാനാകുന്ന വിവരം. 1:26 നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ വാതിലുകൾ പരസ്പരം തുറന്ന്, അതായത് ബഹിരാകാശ നിലയത്തിൻ്റെ വാതിൽ തുറക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ബഹിരാകാശ പേടകത്തിൻ്റെ വാതിലും തുറക്കേണ്ടതുണ്ട്. ഈ രണ്ട് വാതിലുകളും ഒരേ സമയം കൃത്യമായി തുറന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് ഇവർ കടക്കുകയാണ് ചെയ്യുക. തുടർന്ന് അങ്ങോട്ട് പരീക്ഷണങ്ങളും തുടർന്നുള്ള നിരീക്ഷണങ്ങളും അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഏപ്രിൽ 1 2027 ഏപ്രിൽ 1 അവർ തിരിച്ചെത്തുകയും ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ വീണ്ടും ഈ ഡോക്കിങ്ങിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും ലഭ്യമാകാനുണ്ട്. ഡോക്കിങ്ങിന് ശേഷമുള്ള ഹാച്ചിങ്ങിനുള്ള പ്രവർത്തനങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് പ്രാഥമികമായും അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഡോക്കിംഗ് പൂർത്തീകരിച്ചു എന്ന് തന്നെ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. ഐസൺ, അത് മാത്രമല്ല, ഇതുവരെ പ്ലാൻ ചെയ്ത കൃത്യമായി അത് വിക്ഷേപണത്തിന് നിശ്ചയിച്ച സമയത്ത് തന്നെ അത് കൃത്യമായി വിക്ഷേപണം നടത്തി 8:37 എന്നുള്ള സമയം. അത് മാത്രമല്ല, ഐസൺ നേരത്തെ പറഞ്ഞതാണ് 11:30 അത് ഡോക്ക് ചെയ്യുമെന്നുള്ള ആ സമയം, അതും കൃത്യമായി പാലിച്ചു. അപ്പോൾ ഇത്രയും ഈ പേടകം അത് യാത്ര തിരിച്ചപ്പോൾ മുതൽ അത് കൃത്യമായി അത് ഉദ്ദേശിച്ച തരത്തിൽ തന്നെ 100% അത് ഉദ്ദേശിച്ച തരത്തിൽ തന്നെ അതിൻ്റെ വിക്ഷേപണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഐസൺ? തീർച്ചയായും അതിൻ്റെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ വിക്ഷേപണത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘടകം നമുക്കറിയാവുന്നതാണ്. ഒരേ വെലോസിറ്റിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ചെറിയ വെലോസിറ്റി വേരിയേഷനിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡോക്കിംഗ് സ്റ്റേഷനും ഒരു ഡോക്കിംഗ് മെറ്റീരിയലുമായിട്ടാണ്. അതായത് രണ്ട് ഘടകങ്ങളായാണ് പോകുന്നത്. അതായത് ബഹിരാകാശ നിലയം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ നിലയത്തിലേക്ക് ഈ ബഹിരാകാശ പേടകം അറ്റാച്ച് ചെയ്യുന്നു. രണ്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് തന്നെ കൃത്യമായ വെലോസിറ്റി വേരിയേഷൻ വരുത്തി കൃത്യമായി ഡോക്ക് ചെയ്യുക എന്നതാണ് ഈ പ്രോസസ്സിൻ്റെ ഭാഗമായി നടക്കുക. അത്തരത്തിലുള്ള പ്രോസസ്സാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അത് വിജയകരമായി തന്നെ നടന്നിരിക്കുന്നു. ഏറ്റവും വൻ വിജയമായി തന്നെ അത് നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഡോക്കിംഗ് പൂർത്തിയായ ഒരു സാഹചര്യത്തിൽ ഇനി തുടർ നടപടികൾ, അതായത് പേടകം ബന്ധിപ്പിച്ച് കഴിഞ്ഞു, പൂർണ്ണമായും അത് ബന്ധിപ്പിക്കുന്നതിനും അതിൻ്റെ ഇലക്ട്രിക് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ വീണ്ടും സ്റ്റേബിൾ ആക്കേണ്ടതുണ്ട്. കൃത്യമായും അതിൻ്റെ കമാൻഡ് കൺട്രോൾ സംവിധാനങ്ങളെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സാങ്കേതികമായ നിരവധിയായ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്രയും സമയം ഈ ഹാച്ചിങ്ങിന് വേണ്ടി വരുന്നത്. മാത്രമല്ല, രണ്ടിടങ്ങളിലെയും മർദ്ദം സംബന്ധിച്ചുള്ള ഒരു മാനേജ്മെൻ്റ് ഉണ്ട്. അത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങൾ അതിനകത്ത് ചെയ്തു തീർക്കാനുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഒത്തുവരുന്ന ഒരു പശ്ചാത്തലം കൃത്യമായി ഉണ്ടാക്കുക. അതിനുശേഷം കൃത്യമായും ഡോക്കിങ്ങിന് ശേഷമുള്ള ഹാച്ചിങ് എന്ന് പറയുന്ന അത് ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ഒരു ദൗത്യമാണ്, അല്ലെങ്കിൽ ആ ഒരു മിഷനാണ് അവർക്ക് നടത്താനുള്ളത്. ആ മിഷൻ്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഏപ്രിൽ 1 ഈ ബഹിരാകാശ പേടകം മടങ്ങിയെത്തുക. ആ നീണ്ട ഇത്രയും കാലത്ത്, ഇത്രയും സമയത്ത് ഈ ബഹിരാകാശ യാത്രികർ അവിടെ നടത്തുന്ന ഗവേഷണങ്ങൾ ഏതെല്ലാം തരത്തിലായിരിക്കും പിന്നീടുള്ള
നമ്മുടെ ലോകത്തിൻ്റെ ശാസ്ത്ര പുരോഗതിക്ക് അത് ഉപകാരപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ ഐസൺ? തീർച്ചയായും ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക്, അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബഹിരാകാശ പേടകം ഡോക്ക് ചെയ്ത് ഹാച്ചിങ് ചെയ്തതിന് ശേഷം ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന അനിൽ മേനോൻ്റെ ഗവേഷണം തന്നെ ഈ ബഹിരാകാശത്ത് മനുഷ്യൻ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മൈക്രോഗ്രാവിറ്റി ഗവേഷണങ്ങളെ സംബന്ധിച്ചാണ്. മൈക്രോഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, നമ്മളിവിടെ നിൽക്കുന്നതും ഇരിക്കുന്നതും അല്ലെങ്കിൽ നടക്കുന്നതും എല്ലാം തന്നെ ഈ ഭൂമിയിലുള്ള എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് അടിസ്ഥാനപരമായി ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക്, ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവിലേക്ക് എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നു എന്നൊരു തത്വത്തിലാണ്. അതാണ് ഫിലോസഫി ഓഫ് ഗ്രാവിറ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ ആ ഒരു ശേഷിയിലാണ് ഈ ഭൂമിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അതേ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണമായും ഇല്ലാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ മൈക്രോഗ്രാവിറ്റിയിലുള്ളൊരു സാഹചര്യത്തിലാണ് ബഹിരാകാശ നിലയമുള്ളത്. അതായത് ആകർഷണ ശേഷിയില്ലാത്ത ഒരു പ്രദേശത്ത് പറന്നു നടക്കുന്ന ഒബ്ജക്റ്റുകളായി മാറുകയാണ് മനുഷ്യരും എല്ലാ വസ്തുക്കളും എല്ലാം തന്നെ. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് മനുഷ്യ ശരീരങ്ങൾ പ്രതികരിക്കുന്നത്? മനുഷ്യൻ്റെ ബഹിരാകാശത്തുള്ള ജീവിതം, അതായത് ബഹിരാകാശത്തുള്ള ജീവിതം ഇനിയും വലിയ രീതിയിലുള്ള മിഷനുകളാണ് മനുഷ്യൻ ഇനി വരാനിരിക്കുന്ന ഭാവിയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതായത് അന്യഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള നീക്കങ്ങൾ, ചൊവ്വയിലേക്കുള്ള മിഷനൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള മിഷൻ്റെയൊക്കെ ഭാഗമായി വലിയ രീതിയിലുള്ള ചില നീക്കങ്ങൾ നടത്തുമ്പോൾ ഒരു ബേസിക് സ്റ്റേഷനായി പലപ്പോഴും ചന്ദ്രനിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ മനുഷ്യർക്ക് കാലങ്ങളോളം കഴിയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ബഹിരാകാശ നിലയം, മറ്റൊരു ബഹിരാകാശ നിലയം, ഭാരതത്തിൻ്റെതായ ബഹിരാകാശ നിലയമൊക്കെ വരാനിരിക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്ന മനുഷ്യർ ദീർഘകാലം താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്തൊക്കെയാണ്? നമുക്കറിയാവുന്നതാണ്, ബഹിരാകാശത്ത് നിന്നും തിരിച്ചു വരുന്നവരെ കൃത്യമായൊരു ക്വാറന്റൈനിലാക്കി അവരുടെ ശാരീരിക അവസ്ഥ കൃത്യമായ ഒരു ബാലൻസിലാക്കിയതിന് ശേഷമാണ് അവരെ സ്വാഭാവികമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അത്തരത്തിലൊരു സാഹചര്യം ശരീരത്തിൻ്റെ ഘടനാപരമായ വ്യത്യാസം ഉള്ള, അതായത് ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തതും ഗുരുത്വാകർഷണ ബലം ഉള്ളതുമായ പ്രതലങ്ങളിലേക്ക് മാറി മാറി വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുക. ഇന്നിപ്പോൾ 3 മണിക്കൂർ മുമ്പ് എങ്ങനെയാണോ അനിൽ മേനോനും സംഘവും യാത്ര ചെയ്തത്, യാത്ര തുടരാൻ ആരംഭിക്കുന്നത് 8:17 ലോഞ്ച് നടക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഘട്ടത്തിൽ അവർ പൂർണ്ണമായും അതിശക്തമായ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബല കേന്ദ്രത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ ഡോക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് കടന്ന ആ സമയത്ത് ഭൂമിയെ വലം വയ്ക്കുന്ന സമയത്തെല്ലാം തന്നെ തീർത്തും ഗ്രാവിറ്റി ഇല്ലാത്തൊരു മേഖലയിലാണ് അവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം തീർത്തും വ്യത്യസ്തമായൊരു സാഹചര്യത്തിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യരുടെ ശരീരത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള മൈക്രോഗ്രാവിറ്റി ഗവേഷണങ്ങൾ, നിരവധിയായ മറ്റ് സാങ്കേതിക ഗവേഷണങ്ങളെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. ഇതിനെ ഓരോ ഘട്ടങ്ങളിലായി 6 മാസം കൂടുമ്പോൾ പല ശാസ്ത്രജ്ഞരും അവിടെ എത്തുന്ന ബഹിരാകാശ നിലയത്തിൽ എത്തുന്നു, തിരിച്ചു വരുന്നു. അതൊരു പ്രോസസ്സാണ്. ഇത്തരത്തിലൊരു പ്രോസസ്സ് നടക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാ ബഹിരാകാശ നിലയങ്ങളിലെ ശാസ്ത്രജ്ഞരും അവരോടൊപ്പം യാത്ര ചെയ്യുന്നു. അത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഭാരതത്തിൻ്റെ മലയാളിയായ ആദ്യത്തെ ബഹിരാകാശ യാത്രികനാണ് കസാഖിസ്ഥാനിൽ നിന്നാണ് ഈ ബഹിരാകാശ പേടകം ഇപ്പോൾ പോവുകയും ചെയ്തിരിക്കുന്നത്. ബൈക്കന്നൂരിൽ നിന്നും വിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് വിജയകരമായ ഡോക്കിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി 1:26 ഹാച്ചിങ് നടക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് യാത്രികരെല്ലാവരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും റഡാർ അവിടെ എത്തിയതിൻ്റെ കൃത്യമായി അവിടെ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനിയും വരേണ്ട ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഐസൺ, തുടർ ദിവസങ്ങളിൽ ഇനി വരേണ്ടത് ഈ പേടകത്തിന് ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ഇവർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന കൃത്യമായ ദൃശ്യങ്ങളടക്കം ഇനി നമുക്ക് തുടർ ദിവസങ്ങളിൽ അത് ലഭ്യമാകാൻ ഉള്ള സാധ്യതയുണ്ടല്ലോ ഐസൺ? തീർച്ചയായും ഇനിയും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഏറ്റവും ആകർഷകമായ നിരവധിയായ ദൃശ്യങ്ങളും നിരവധിയായ ആകർഷകമായ കാഴ്ചകളും ഉണ്ടാകും. നമുക്ക് അറിയാവുന്നതാണ്, ഭാരതത്തിൽ നിന്നുമുള്ള അല്ലെങ്കിൽ ഈ മലയാളിയായ ഒരു ബഹിരാകാശ യാത്രികൻ ഇത്തരത്തിൽ ബഹിരാകാശത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും കൗതുകകരമായ ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ്. ഒറ്റപ്പാലത്തുള്ള വേരുകളുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് വലിയൊരു മലയാളി സമൂഹവുമായി ബന്ധമുള്ള ഒരു പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട്. ജനിച്ചതും വളർന്നുമൊക്കെ അമേരിക്കയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ വേരുകളുള്ളത് ഒറ്റപ്പാലത്തുള്ള പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സാധ്യതകളെല്ലാം തന്നെ, വലിയ രീതിയിലുള്ളൊരു സാഹചര്യം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹിരാകാശ നിലയത്തിലെ ഡോക്കിംഗ് പൂർത്തിയായതിന് ശേഷം ഇനി ഹാച്ചിങ് നടക്കുകയും ചെയ്യും. ഹാച്ചിങ് നടന്നതിന് ശേഷമായിരിക്കും മറ്റു പ്രവർത്തനങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുക. അതിൻ്റെ ഓരോ ഘടകങ്ങളാണ്, ഓരോ പുരോഗതിയാണ്, നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വിനോദ്. തീർച്ചയായും മലയാളി അനിൽ മേനോൻ്റെ നേതൃത്വത്തിലുള്ള ബഹിരാകാശ പേടകം കൃത്യമായി അത് ലോഞ്ച് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ
അത് അവിടെ എത്തിയിരിക്കുന്നു, ബഹിരാകാശത്ത് എത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഈ രാത്രിയിൽ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാനുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളും കൃത്യമായി തന്നെ ആ റഡാർ സംവിധാനത്തിലൂടെ അത് വിക്ഷേപണ കേന്ദ്രത്തിൽ ലഭിച്ച അതേ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. ബഹിരാകാശ പേടകം അവിടെ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നു. ഇനിയും ഏപ്രിൽ മാസം വരെ ഈ ബഹിരാകാശ പേടകം അവിടെ ഉണ്ടാകും. തുടർന്ന് കൃത്യമായ പഠനങ്ങളും കൃത്യമായ ഗവേഷണങ്ങളും നടത്തിയാവും മലയാളിയായ അനിൽ മേനോൻ്റെ നേതൃത്വത്തിലുള്ള ബഹിരാകാശ പേടകം കൃത്യമായി ഏപ്രിൽ 1 തിരികെ ഭൂമിയിലേക്ക് എത്തുന്നത്. ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട വാർത്ത, അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.